സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, നിലവിൽ തലസ്ഥാനത്ത് ശക്തമായ മഴ രാവിലെ മുതൽ പെയ്യുകയായിരുന്നു. ഇപ്പോൾ രാത്രിയിലും മഴ കനക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അവന് തീർച്ചയായും മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഈ വട്ടിയൂർക്കാവിലെ വയലുക്കട എന്ന പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ രണ്ട് വഴികളിലും ചെറിയ തോടുകളാണ് ഉള്ളത്. ഈ തോടിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് റോഡിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞൊരു സാഹചര്യമാണ്. വാഹനങ്ങൾ ഒക്കെ കടന്നു പോകാൻ നന്നേ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ. എന്തായാലും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഏകദേശം തോട് പോലെ തന്നെ റോഡും ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വഴി എന്ന് പറയുന്നത് വഴിയുടെ തൊട്ട് ചേർന്ന് കൈവരികളില്ലാത്ത തോടാണ്. ആ തോടും റോഡും ഒരുപോലെ ഇരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മാറുന്നത്. വാഹനങ്ങൾ തള്ളിക്കൊണ്ടൊക്കെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ വരുന്ന കാഴ്ചയും കാണാം. കുറേ നേരമായി, ഏകദേശം 1 മണിക്കൂറിന് മുകളിലായി ഇവിടെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് റോഡിൽ അനുഭവപ്പെട്ടിട്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ തോട് നിറയുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇവിടെ വെള്ളം കയറാറുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഏകദേശം 2 മണിക്കൂറോളം അടുത്തിരിക്കുന്നു ഈ വെള്ളം കയറിയിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ചെറുതായി വെള്ളം താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ഈ കിള്ളിയാറിൻ്റെ ഒക്കെ ഭാഗമാണ്. ഇവിടെ ശക്തമായ മഴയെ തുടർന്നാണ് തോട് നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം എത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് തീർച്ചയായും വ്യക്തവുമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ അതിർത്തി പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിലും ഒക്കെ ശക്തമായ മഴ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മൺസൂൺ അടുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ വേനൽ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മഴ നിന്നതോടുകൂടി ആ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നഗരത്തിൻ്റെ അതിർത്തി പ്രദേശമായ വട്ടിയൂർക്കാവിലാണ് ഇപ്പോൾ ഈ ശക്തമായ മഴയെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും വാഹനങ്ങൾ വളരെ പതിയെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. തീരെ ചെറിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 2 തോടുകളാണ്. ആ തോടുകൾ നിറഞ്ഞ് കവിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് രൂപപ്പെട്ടത്. ഇപ്പോൾ ഈ സ്കൂട്ടർ പോകുന്ന ഭാഗത്ത് അതിന് തൊട്ട് ചേർന്നാണ് കൈവരികളില്ലാത്ത തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണ് ഒരുപക്ഷെ ഈ വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. രാത്രി വാഹനങ്ങൾ അതുവഴി യാത്ര ചെയ്യുകയും ആളുകൾ നടന്നു വരികയും ഒക്കെ ചെയ്താൽ റോഡ് ഏതാണ് തോടേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെയെങ്കിൽ ഈ തോടിലേക്ക് ആളുകൾ ചിലപ്പോൾ വീഴാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഈ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നതാണ് ഒരാശ്വാസം എന്ന് പറയുന്നത്. മഴ മാറി നിൽക്കുന്നതോടുകൂടി കുറേ വെള്ളം ഇറങ്ങും. അതോടുകൂടി റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ നിന്ന് മാറും എന്ന ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. നാട്ടുകാർ ഇടപെട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ ഒക്കെ തിരിച്ചുവിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ വരുന്ന നമുക്ക് കാണാൻ കഴിയും. അതിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോവുകയും ചെയ്യുന്നത്. ആവണി, വിജിൻ, വട്ടിയൂർക്കാവാണ് വിജിനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ റോഡിലടക്കം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. വെള്ളം ഇത്തരത്തിൽ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്യാമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അവിടെ തീർച്ചയായും ഞാൻ ആ വെള്ളക്കെട്ടുണ്ടായിരുന്ന റോഡിൽ നിന്ന് തൊട്ട് കുറച്ച് ഇപ്പുറത്തെ ഒരു ഭാഗത്താണുള്ളത്. അവിടെ ഒരു വയലും അതിൽ ഉള്ളൊരു വീടുമാണ്. ആ വയലിനോട് ചേർന്നും തോടിനോട് ചേർന്നുമാണ് ഈ വീട്. അവിടെയുള്ളൊരു നമ്മുടെ പുഷ്പാകരൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് പൂർണ്ണമായും ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ലെങ്കിലും ഇവരെയൊക്കെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചതാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ മാറുകയായിരുന്നു. എന്താണ് ചേട്ടാ ഇവിടത്തേക്കാണ് മാറ്റി ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്? ഞാൻ അടുത്ത വീട്ടിൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് മാറിയിരിക്കുകയാണ്. ഒരു 36 വർഷം കൊണ്ട് നമ്മളിവിടെ താമസിക്കുകയാണ്. ഇതുവരെ അവിടെ വെള്ളം കയറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ ആണെങ്കിൽ ഒരു പടി വരെ വെള്ളം കയറി. ഇപ്പോൾ വീട്ടിനകത്ത് ഇള്ളിക്കള് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ കുറച്ച് മാറ്റി, ഉടുക്കുന്ന തുണികൾ മാത്രമേ മാറ്റി, ബാക്കി സാധനങ്ങൾ മാറ്റാൻ കഴിയില്ല. വീട്ടിനകത്ത് കയറി മാറ്റാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞോ? വെള്ളം അല്പം കുറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി നാളെ ഇതിൽ വന്ന് അധികാരികൾ വന്ന് ഇതിനകത്ത് വെള്ളം മാറ്റി എന്തെങ്കിലും ചെയ്താലേ വീട്ടിനകത്ത് കയറി താമസിക്കാൻ പറ്റും. അറിയിച്ചു ഇപ്പോൾ ബാക്കി അറിയിച്ചു. മെമ്പർ വന്നിട്ടുണ്ട്, അറിയിച്ചു. MLA വിളിച്ച് അറിയിച്ചു എന്നതേ പറയുന്നു. ബാക്കിയെല്ലാം അത് നാളെ നാളെല്ലാം ഈ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുഃഖമാണ്, അത് എന്തായാലും അറിയിക്കാം.
ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് കുറേ 36 വർഷമായി താമസമായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.